ISROയുടെ ദൗത്യങ്ങളെല്ലാം എപ്പോഴും 100% വിജയിക്കുന്ന രീതിയാണുള്ളത്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ISROയുടെ ഒരു ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവം? ധന്യ, ഇത് ഈ പുതിയ സാഹചര്യത്തിൽ വളരെ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഈ ദൗത്യത്തിൻ്റെ ഉദ്ദേശം ആണ് അതിൻ്റെ അങ്ങനെ ഒരു നിരാശയിലേക്ക് എത്തിക്കുന്നത്. കാരണം PSLV C-61 അതായിരുന്നു ആ ദൗത്യത്തിൻ്റെ പേര്. ആ വിക്ഷേപണമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ കൃത്രിമ ഉപഗ്രഹം കൊണ്ട് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത് അതായത് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുക, അതേപോലെ വനം, കാലാവസ്ഥ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. 5 വർഷമായിരുന്നു ഈ ഉപഗ്രഹത്തിൻ്റെ കാലാവധി, ആയുസ്. അതായത് അടുത്ത 5 വർഷത്തേക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തും. നമുക്കറിയാവുന്നതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ, അതേപോലെ ഇന്ത്യ പാക് സംഘർഷത്തിലെല്ലാം ഉപഗ്രഹങ്ങൾ വഹിച്ച, അതായത് സ്റ്റാർ വാർ എന്നാണ് ഇപ്പോൾ അതിനെ വിശേഷിപ്പിക്കുക, ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഉപഗ്രഹങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ത്യയുടെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളെല്ലാം അതിൻ്റെ സൂക്ഷ്മത ഉറപ്പുവരുത്തിയത് നമ്മളുടെ സാറ്റലൈറ്റുകൾ വഴിയാണ്. ആ സാറ്റലൈറ്റുകൾ നൽകിയ വിവരങ്ങൾ വഴിയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വിക്ഷേപണം പരാജയപ്പെട്ടതിൻ്റെ നിരാശ നമ്മൾ പങ്കുവെക്കേണ്ടത്. പക്ഷേ നമ്മുടെ ISROയുടെ സംബന്ധിച്ച് ഇതൊരു വീഴ്ച എന്ന് പറയാനൊക്കില്ല. കാരണം അത്തരത്തിലൊരു ട്രാക്ക് റെക്കോർഡാണ് ISROയ്ക്കുള്ളത്. നാസ, അതായത് നമ്മൾ ബഹിരാകാശത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ നാസയുമായാണ് താരതമ്യം ചെയ്യുന്നത്. പക്ഷേ നാസയുടെ വിജയ ശതമാനം 84 മാത്രമായിരിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ ISROയുടെ വിജയ ശതമാനം 90%. അതായത് 100 വിക്ഷേപണങ്ങൾ അല്ലെങ്കിൽ 100 ദൗത്യങ്ങൾ നടത്തിയതിൽ 90 എണ്ണവും വിജയിപ്പിച്ച ചരിത്രമാണുള്ളത്. അതുമാത്രമല്ല, ഇതെല്ലാം മറ്റ് ഏജൻസികളെക്കാൾ അപേക്ഷിച്ച് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് ISRO. അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യ കൂടുതലും ആശ്രയിക്കുന്നത് തദ്ദേശീയമായ ടെക്നോളജിയും തദ്ദേശീയമായ വിഭവങ്ങളും, അതേപോലെ തന്നെ ISROയ്ക്ക് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ഏറിയ പങ്കും ഉണ്ടാക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. മറ്റൊരു വിദേശ ഏജൻസിയെ ആശ്രയിക്കുക, അതുവഴി അധിക പണച്ചിലവ് ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾ ഒന്നും നമ്മൾ ISRO പിന്തുടരുന്നൊരു ശൈലിയല്ല. കാരണം അത്രയ്ക്കും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ISROയെ സംബന്ധിച്ച്, പരിമിതമായ വിഭവങ്ങൾ, പരിമിതമായ സമ്പത്ത് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥാപനത്തിന് ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകുക എന്ന് പറയുന്നത് കേൾക്കുന്ന ആദ്യം മാത്രമേ നമുക്ക് നിരാശ ഉണ്ടാകുമെങ്കിലും ഭാവിയെ സംബന്ധിച്ച്, അതായത് ഈ വീഴ്ചയിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ISRO ചെയർമാൻ ഈ ദൗത്യത്തിന് ശേഷവും പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഇപ്പം പറഞ്ഞതുപോലെ ISRO എന്ന് പറയുന്നത് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ മറ്റ് ഈ രാജ്യങ്ങൾക്ക് കൂടി മാതൃകയാണ് നമ്മുടെ ISRO എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കണ്ണിങ് ആയി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഈ നുഴഞ്ഞുകയറ്റവും അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങളും ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരു സിസ്റ്റമാണിത്. എന്താണ് പെട്ടെന്ന് ഇത് പരാജയം സംഭവിക്കാനുള്ള കാരണം? ഇത് 4 ഘട്ടമായിട്ടായിരുന്നു ഈ ദൗത്യം നിശ്ചയിച്ചിരുന്നത്. ആദ്യ 2 ഘട്ടവും, അതായത് കൗണ്ട് ഡൗൺ, അതായത് വിക്ഷേപണം അടക്കമുള്ള ആദ്യത്തെ 2 ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി. 3-ാം ഘട്ടത്തിൽ ഉണ്ടായ പാളിച്ചയാണ് ഈ ദൗത്യം പരാജയപ്പെടാൻ കാരണം. ഈ റോക്കറ്റിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഇന്ധനം ഖരരൂപത്തിലുള്ള ഇന്ധനമാണ്. അത് പ്രത്യേക അറകളിലാണ് സൂക്ഷിക്കുന്നത്. അതിലുണ്ടായ മർദ്ദവ്യതിയാനമാകാം, കൃത്യമായി നമ്മൾ പ്രാഥമികമായ നിഗമനം മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മർദ്ദവ്യതിയാനമാകാം ഈ ദൗത്യം പരാജയപ്പെട്ടു പോയത് എന്നാണ് ഇപ്പോൾ അനുമാനങ്ങൾ വരുന്നത്. 4 ഘട്ടങ്ങളായിട്ടാണ് പൂർത്തിയാക്കുന്നതെങ്കിൽ 4 ഘട്ടം കൊണ്ട് പൂർത്തിയാക്കേണ്ട ദൗത്യം വിക്ഷേപിച്ച് 18 മിനിറ്റിനുള്ളിൽ ആ ദൗത്യം നേടുമെന്നാണ് കരുതപ്പെട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യത്തിൽ ഇപ്പോഴും വിശ്വാസം അർപ്പിക്കണം. നമ്മൾ ചന്ദ്രയാനെക്കുറിച്ചും ഗഗൻയാനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നു. ചന്ദ്രയാൻ നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി, മംഗൾയാൻ വിജയകരമായി പൂർത്തിയാക്കി. അത്തരമൊരു ട്രാക്ക് റെക്കോർഡുള്ള ഒരു സ്ഥാപനമാണ് ISRO. അപ്പോൾ ISROയെ സംബന്ധിച്ച് ഈ ഒരു തിരിച്ചടി, ഇപ്പോൾ ഉണ്ടാകുന്ന നിരാശ ബാക്കി നിർത്തിയാൽ ഭാവി കാലത്തേക്ക് അവർ മുന്നോട്ട് തന്നെ കുതിക്കും. കാരണം ഈ പറയുന്ന നാസയാണേലും ശരി, SpaceX ആണേലും ശരി, അവർക്കൊന്നും എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളിലേക്ക് ISRO കുതിക്കുകയാണ്. കാരണം മറ്റ് വിദേശ ബഹിരാകാശ ഏജൻസികൾ പോലും ഇന്ത്യയുടെ ഈ സക്സസ് റേറ്റ്, ഈ വിജയ ശതമാനം കണ്ട അവരുടെ വിക്ഷേപണങ്ങൾക്ക് ISROയെ ആശ്രയിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നാസ പോലും SpaceXനെ ആശ്രയിച്ചാണ്, അതായത് ഇലോൺ മസ്കിൻ്റെ SpaceXനെ ആശ്രയിച്ച്, അത് സ്വകാര്യ ഏജൻസിയാണ്, ആശ്രയിച്ച് പോലുമാണ് ഇപ്പോൾ ഏറിയ പങ്കും കാര്യങ്ങൾ നടത്തുന്നത്. അതേപോലെ
ഒരു മറ്റ് രാജ്യങ്ങൾക്ക്, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ ദൗത്യം ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലുള്ള അത്തരത്തിൽ രാജ്യങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായി ISRO മാറുന്നു എന്നുള്ളത് കുറച്ചുകൂടി, അതായത് ഈ ഇത് കൃത്യമായി പറഞ്ഞാൽ കൊമേഴ്സ്യൽ ആയിട്ടുള്ള, അതായത് വാണിജ്യപരമായിട്ടുള്ള വിക്ഷേപണങ്ങൾക്കുള്ള സാധ്യതകൾ കൂടി നോക്കുമ്പോൾ ISROയുടെ ഭാവി വളരെ ശുഭകരമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ വീഴ്ചയെക്കുറിച്ച് ISRO എന്തെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടുകയോ അത്തരം വിശദീകരണങ്ങൾ നൽകുകയോ ചെയ്തിട്ടുണ്ടോ ജനങ്ങൾക്ക് മുന്നിൽ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച്? ഇത് വിക്ഷേപണം നടത്തി ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം വന്നു. അതിൻ്റെ പ്രാഥമികമായ അനുമാനം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഇന്ധന ടാങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലുണ്ടായ മർദ്ദവ്യതിയാനമാണ് ഈ പ്രശ്നത്തിന് കാരണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഈ ISROയെ സംബന്ധിച്ച് പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനമല്ല. ഒരു വിക്ഷേപണം സങ്കല്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിക്ഷേപണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നടപ്പിലാക്കുകയാണ്. എന്നാൽ മറ്റ്, അതായത് നാസ അല്ലെങ്കിൽ SpaceX പോലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ഒരു ടെസ്റ്റ് പരീക്ഷണം നടത്തുക, അതിനുള്ള സമ്പത്തും അതിനുള്ള ശേഷിയും വിഭവങ്ങളുമുള്ള സ്ഥാപനങ്ങളാണ്. എന്നാൽ ISROയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഒരു ദൗത്യം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് നേരെ അതിലേക്ക് പ്രവേശിക്കുക. ചിലപ്പോൾ അത് പരാജയപ്പെട്ടെന്നിരിക്കും, അത് ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ സൈന്യം വിശദീകരിച്ചതുപോലെ നമ്മൾ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നഷ്ടങ്ങൾ അതിൻ്റെ ഭാഗമാണ്. അത് ആ രീതിയിൽ തന്നെ കാണാം. അതേപോലെ ഈ ഒരു ISROയുടെ ഈ ഒരു നഷ്ടവും ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗം എന്നതിനപ്പുറം ഒരു വലിയൊരു വീഴ്ചയായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ഇതിന് ഈ അതിർത്തികളിൽ നമുക്ക് ഇങ്ങനെയും കൂടി അതിനെ അനുമാനിക്കാമോ? ഇതിനെ ഈ അതിർത്തികളിൽ വയ്ക്കുമ്പോൾ ഈ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ ISRO നടത്തുന്ന ഇത്തരം ചില ഈ വിക്ഷേപണങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു എന്ന് പുറം ലോകത്തെ അറിയിച്ചുകൊണ്ട് പിന്നെ അല്ലാത്ത രീതിയിൽ ഈ നുഴഞ്ഞു കയറുന്ന ഭീകരരെ പറ്റിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ കഴിയുമോ? അങ്ങനെ അനുമാനിച്ചാലും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനെ തെറ്റു പറയാനൊക്കില്ല. കാരണം സാഹചര്യം അതാണ്. പക്ഷേ ധന്യ ഷോട്ട് പുട്ട് മത്സരം കണ്ടിട്ടുണ്ടോ? അതായത് വലിയൊരു വെയിറ്റിനെ കൃത്യമായ റൗണ്ടിൽ കറക്കി നമ്മൾ വിടുമ്പോൾ അത് തെറിച്ചു പോകും. ഈ ഒരു സാങ്കേതിക വിദ്യ റോക്കറ്റ് വിക്ഷേപണത്തിൽ, അതായത് ചന്ദ്രയാൻ പോലെയുള്ള വലിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അതായത് ഒരു സാറ്റലൈറ്റിനെ ഒരു ഭ്രമണപഥത്തിൽ ഇങ്ങനെ തുടർച്ചയായി കറക്കിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് അതിനെ തെറിപ്പിച്ച് കളയുന്നത് പോലെ അതിനെ മറ്റൊരു ഭ്രമണപഥത്തിലേക്ക് അയക്കുക. ഇത് മറ്റു രാജ്യങ്ങൾ, അതായത് ചന്ദ്രയാൻ വിക്ഷേപിച്ച സമയത്ത് തന്നെ റഷ്യയും ഇതേപോലൊരു ശ്രമം നടത്തി, അവർ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം അവർ റോക്കറ്റിനെ തന്നെയാണ് ആശ്രയിച്ചത്. അത് റോക്കറ്റിൻ്റെ ജ്വലനത്തിലൂടെ പൂർണ്ണമായും അവിടെ എത്തുക. അത്രയ്ക്ക് വലിയൊരു റോക്കറ്റാണ് അവർ സങ്കല്പിച്ചിരുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല, അല്ലെങ്കിൽ ISRO അങ്ങനെയല്ല. ഇത്തരത്തിൽ ഭ്രമണപഥം മാറ്റി, അതായത് ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയമായ സാങ്കേതിക വിദ്യയും കുറച്ച് തന്ത്രവും കുതന്ത്രവും, അങ്ങനെ തന്നെ പറയാം, അതെല്ലാം ഉപയോഗിച്ചാണ് ISRO ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ദൗത്യങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലോ ഏതെങ്കിലും ഒരു ക്ഷീണം ISROയെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല.